ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗതഃ നന്ദഃ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഗോപാൻ, ഗോപാൻ എന്നാൽ ഗോപന്മാരെ, ഗോകുലരക്ഷായാം ആ ഗോകുലത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, അതിനെ സംരക്ഷിക്കാനായിക്കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഗോകുലത്തെ ആ സമയത്ത് തൻ്റെ ഒരു താനില്ലാത്ത ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ തനിക്ക് പകരമായി നിന്ന് ആ ഗോകുലത്തെ രക്ഷിക്കുക എന്ന ഒരു കർത്തവ്യം നിരൂപ്യ ചുമതലപ്പെടുത്തിയിട്ട്, അപ്പോൾ തൻ്റെ ഗ്രാമത്തിലെ മറ്റു ഗോപന്മാരെയൊക്കെ വിളിച്ചിട്ട് ഗോകുലത്തെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട്, ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ഇവിടെ ഗോകുലത്തെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഗോകുലനാഥനായിട്ടുള്ള ആ ഭഗവാനെ തന്നെ, തൻ്റെ ഉണ്ണിയെ നോക്കിക്കോണേ എന്ന് തന്നെയാണ് നമുക്ക് പരോക്ഷമായി മനസ്സിലാക്കാവുന്ന കാര്യം. പരോക്ഷമായി അത് തന്നെയാണ് ഇവിടെ നന്ദഗോപര് സൂചിപ്പിച്ചിരിക്കുന്നത് ഗോപന്മാരോട്. അപ്പോൾ അങ്ങനെ നോക്കാനെല്ലാം ഏൽപ്പിച്ചിട്ട് മധുരാം, മധുരാം എന്നാൽ മധുരയിൽ, ഗതഃ പോയി, മധുരയിലേക്ക് വസുദേവര് പോയി, നന്ദഗോപര് പോയി. നന്ദ, നന്ദ എന്നാൽ നന്ദഗോപർ, കംസസ്യ കംസന, വാർഷിക്യം, വാർഷിക്യം എന്നാൽ വർഷം തോറും, കരം, കരം എന്നാൽ നമ്മൾ പറയുന്ന പോലെ കരം കൊടുക്കുക. നമുക്ക് ഏതൊരു തരത്തിലുള്ള വരുമാനം ഉണ്ടായാലും അതിൻ്റെ ഒരു ഭാഗം ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഭാഗം കരം കൊടുക്കും പോലെ കപ്പം കൊടുക്കാനായിട്ട് നന്ദഗോപര് മധുരയിലേക്ക് പോയി. ദാതും, ദാതും എന്നാൽ കൊടുക്കുന്നതിനായിക്കൊണ്ട്, കുരുദ്വഹ അല്ലയോ കുരുശ്രേഷ്ഠ, ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെയാണ് വിളിക്കുന്നത്. കുരുശ്രേഷ്ഠ, കുരുവംശത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ളവനെ. അപ്പോൾ അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ഇപ്പോൾ ജാതസംസ്കാര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയും പതുക്കെ കഥ ഇനിയും തുടരുകയാണ് ഈ ഒരു ശ്ലോകം മുതൽ. അതായത് ഇനിയും അങ്ങോട്ട് തുടങ്ങും, ഭഗവാന്റെ ഓരോരോ ലീലകൾ തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള കളമൊരുക്കലാണ് ഈ ഒരു ശ്ലോകം. അതായത് എങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾക്ക് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് നന്ദഗോപർ എവിടെയായിരുന്നു, എന്തുകൊണ്ട് നന്ദഗോപർ കണ്ടില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് സംശയം വരില്ലേ. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം എന്നോണമാണ് ഭഗവാന്റെ ലീലകളിലേക്ക് കടക്കാനുള്ള ഒരു ആമുഖമാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ പറയുകയാണ്, വർഷം തോറും, എല്ലാ വർഷവും നന്ദഗോപർക്കാവട്ടെ ധാരാളം നാട്ടുരാജാവാണ്, നാട്ടുപ്രമാണിയാണ്. അപ്പോൾ ധാരാളം സമ്പത്തുണ്ട് കയ്യിൽ, പശുക്കളായിട്ടും മറ്റു തരത്തിലുമൊക്കെ ധാരാളം സമ്പത്തുണ്ട്. അപ്പോൾ അതിലെ ഒരു വിഹിതം കംസൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് എല്ലാ വർഷവും കംസന് കപ്പം കൊടുക്കണം. അതായത് നമ്മൾ ഇന്ന് ടാക്സ് അടയ്ക്കും പോലെ, കരം കൊടുക്കും പോലെ കപ്പം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് തൻ്റെ ഗ്രാമത്തിലെ മറ്റുള്ള ഗോപന്മാരെയൊക്കെ വിളിച്ചിട്ട് ഗോകുലത്തെ നോക്കിക്കോണേ, ഞാൻ കപ്പം കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ നന്ദഗോപര് മധുരയിലേക്ക് കംസനുള്ള വർഷം തോറും കൊടുക്കുന്ന കപ്പം കൊടുക്കാനായിട്ട് പോയി. ഇവിടെ ഈ ഉണ്ണിയെ നോക്കിക്കോണേ എന്ന് പരോക്ഷമായി പറയുമ്പോൾ, നമ്മൾ ഇതിനു മുൻപ് ഇതേപോലെ ഒരു സാഹചര്യം കാണുകയുണ്ടായി. കംസൻ ഓടി വന്ന് ദേവകീദേവിയുടെ കയ്യിലിരുന്ന പെൺകുഞ്ഞിനെ അങ്ങനെ അതിനെ തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ ദേവകീദേവി കംസനോട് വളരെ കേണപേക്ഷിക്കുന്നുണ്ട്, ഈ പെൺകുഞ്ഞിനെ കൊണ്ടുപോകരുതേ, ഇതിനെ കൊല്ലരുതേ എന്ന്. കാരണം ആ ഉണ്ണി, ആ പെൺകിടാവ് തൻ്റേതല്ല എന്ന് ദേവകീദേവിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് മറ്റ് 6 മക്കളുടെയും കാര്യത്തിൽ ദേവകീദേവി ഇത്രമാത്രം കേണപേക്ഷിച്ചിട്ടില്ല കംസനോട്. പക്ഷേ ഈ 8ാമത്തെ സന്തതി ഈ പെൺകുഞ്ഞിന് വേണ്ടിയിട്ട് ദേവകീദേവി കാലിൽ പിടിച്ച് കേണപേക്ഷിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു. ഇവിടെയും ഈ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം
ഈ ഉണ്ണിയെ നോക്കിക്കോണേ എന്ന് പരോക്ഷമായി പറയാൻ കാരണം അത് തൻ്റെ ഉണ്ണിയല്ല എന്ന് നന്ദഗോപർക്ക് നല്ല ബോധ്യമുണ്ട്. തനിക്ക് ഈ ഒരു വയസ്സിൽ തനിക്ക് ഇങ്ങനെ ഒരു ഉണ്ണി പിറക്കാൻ ഇടയില്ല എന്ന് നന്ദഗോപർക്ക് നന്നായിട്ടറിയാം. പക്ഷെ തൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്ന ഈ ഉണ്ണിയെ സംരക്ഷിക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ടാണ് ഈ ഗോപന്മാരെയൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്തത്. ഈ ഗോകുലത്തെ സംരക്ഷിച്ചു കൊള്ളണമേ, ഇതിൻ്റെ രക്ഷ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നന്ദഗോപര് കംസനുള്ള കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് മഥുരയിലേക്ക് പോയത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗതഃ നന്ദഃ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ. ഇവിടെ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദത്തിൽ ഒരു വിസർഗമുണ്ട്, ഗതഃ. അത് പകുതി ഹകാരത്തിൽ തന്നെ വായിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ പാദത്തിലും നന്ദഃ കംസസ്യ, അവിടെയും വിസർഗമുണ്ട്. രണ്ടും പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കി പിന്നെ കുരുദ്വഹ, അത് ചിലപ്പോൾ തുടക്കക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയേക്കാം ദ്വാ ഒക്കെ വായിക്കാനായിട്ട്. അത് പരിശീലനം കൊണ്ട് സാധിക്കാവുന്നതേയുള്ളൂ. ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നില്ലേ, അഭ്യാസേന തു കൗന്ദേയ, അഭ്യാസം കൊണ്ട് നമ്മുടെ പരിശീലനം കൊണ്ട് നമുക്കതൊക്കെ സിദ്ധിക്കാൻ കഴിയും. ഇങ്ങനെ വായിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്കൊക്കെ നന്നായി വായിക്കാൻ കഴിയട്ടെ. നാരായണ. ഇത് ഇത്രയും കാര്യങ്ങളാണ് എന്തായാലും ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.